വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. SCERT അതുപോലെ തന്നെ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു ഒരാഴ്ച. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലും ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വളരെ കുറച്ചേ ഉള്ളൂ ഈ ആഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. അധികം ദിവസം നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാ, നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് ഒരു സമ്പൂർണ്ണ ബയോ മിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ടിനെ വികസിപ്പിച്ചു എന്നാ പറയണേ. അത് എന്ത് റോബോട്ടാണെന്ന് ഓർത്ത് വെച്ചേ. ലോകത്തില് ആദ്യമായിട്ട് എന്താണ് ഒരു റോബോട്ടിനെ ആര് വികസിപ്പിക്കുകയാണ്? ചൈന വികസിപ്പിക്കുകയാണ്. വികസിപ്പിച്ച റോബോട്ടിന്റെ പേര് ഇതാണ്, ബയോമിമെറ്റിക്. ബയോമിമെറ്റിക് കേട്ടോ, ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ട്. ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ട്. അപ്പൊ ഇത് ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ടിനെ എന്താ പറയുന്നത്, വികസിപ്പിക്കുന്നത്. അപ്പൊ വികസിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ചൈനയാണെന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താ ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും കണ്ടാൽ നമുക്കൊരു മനുഷ്യന്റെ പോലെ തോന്നും. രൂപത്തിലും പെരുമാറ്റത്തിലും മനുഷ്യനോട് വളരെയധികം സാദൃശ്യം പുലർത്തുന്ന റോബോട്ടാണ് ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ട് എന്ന് പറയുന്നത്. ഈ റോബോട്ടിനെ ആദ്യമായിട്ട് വികസിപ്പിച്ചത് ചൈനയാണ്. ചൈന ആ റോബോട്ടിന് നൽകിയിരിക്കുന്ന പേര് മോയ എന്നാണ്. അപ്പൊ ആ റോബോട്ടിന്റെ പേരും കൂടി പഠിക്കുക. മോയ എന്നാണ് ആ റോബോട്ടിന്റെ പേര്. ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ ബയോമിമെറ്റിക് ഇന്റലിജൻസ് റോബോട്ട് ചൈന വികസിപ്പിച്ചു. ആ റോബോട്ടിന് നൽകിയിരിക്കുന്ന പേര് മോയ എന്നാണ്. രൂപത്തിലും പെരുമാറ്റത്തിലും മനുഷ്യനോട് ഏറെ സാദൃശ്യം പുലർത്തുന്ന റോബോട്ടാണ് എന്ത്? മോയ എന്ന് പറയുന്നത്. അടുത്തത്, മണിപ്പൂരില് പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണ്. അപ്പൊ നമുക്കറിയാം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കുറെ നാളായിട്ടാ അല്ലെ. അതായത് വംശീയ കലാപത്തെ തുടർന്ന് ഒരു വർഷത്തോളമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്ന മണിപ്പൂരില് പുതിയ സർക്കാർ നിലവിൽ വരികയാണ്. അപ്പൊ ആരാണ് മണിപ്പൂർ മുഖ്യമന്ത്രി എന്ന് നമ്മൾ പഠിക്കണ്ടേ? വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അദ്ദേഹത്തിന്റെ പേര് യും നാം. എന്താണ്? യും നാം ഖേംചന്ദ് എന്നാണ്. അപ്പൊ യുംനാം ഖേംചന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ് പുതിയ മണിപ്പൂർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം കുക്കി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ്. അപ്പൊ കുക്കി വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് യുംനാം ഖേംചന്ദ്. അദ്ദേഹമാണ് മണിപ്പൂരിലെ നിലവിലെ മുഖ്യമന്ത്രി എന്ന് ഓർത്തുവെക്കുക. ഇനി അടുത്തത്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, അതായത് എന്താണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സില്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അഥവാ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സില് വിമാനങ്ങൾക്ക്, അതായത് വിമാനങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി വരികയാണെങ്കിൽ എമർജൻസി ലാൻഡിങ്ങിന്, എന്തിനാണ്? എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി, എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി കൊണ്ടുവന്നു. ആ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യാണ്. ആരാണ് ഈ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എവിടെയാണ് ഇങ്ങനെയൊരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി നിലവിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അസാമിലാണ്. അസാമിലെ ദിബ്രൂഗഡിലാണ്. അപ്പൊ എന്താന്ന് മനസ്സിലായേ നിങ്ങൾക്ക്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സില്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളില് വിമാനങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരാച്ച എമർജൻസി ലാൻഡിംഗ് നടത്താനായിട്ട് ഒരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തത് അസാമിലെ ദിബ്രൂഗഡിലാണ്. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അടുത്ത ചോദ്യം ഇതാണ്, വനിതാ പ്രീമിയർ ലീഗ്. കേട്ടോ. വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്?
വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? ബാംഗ്ലൂർ. വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? ബാംഗ്ലൂർ ആണ് കേട്ടോ. അപ്പൊ 2026 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് അല്ലെ ആരാണ് ജേതാക്കൾ? അങ്ങനെയും ചോദിക്കാം. 2026 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോ എന്താ പറഞ്ഞത്? വനിതാ പ്രീമിയർ ലീഗ് കിരീടം ആരാ നേടിയേ? ബാംഗ്ലൂർ അല്ലെ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് നേടിയത് എന്ന് ഓർത്തു വെക്കാം. അടുത്തത് 2026 വർഷത്തെ 2026 എന്ന് പറയുന്ന ഈ വർഷത്തെ കാർഷിക വർഷമായി ആചരിക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തീരുമാനിച്ചു. ഏതാണ് ആ സംസ്ഥാനം? മധ്യപ്രദേശ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് സവിശേഷമായ സമഗ്ര നഗര നയം സവിശേഷമായ സമഗ്ര നഗര നയം രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. സവിശേഷതകളുള്ള സമഗ്ര നഗര നയം ഇതാണ് ഓർക്കേണ്ടത്. സമഗ്ര നഗര നയം രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. ക്ലിയർ ആയില്ലേ? അടുത്തത് ഐ ലീഗ് ഫുട്ബോള്. എന്താണ്? ഐ ലീഗ് ഫുട്ബോള്. ഈ ഐ ലീഗ് ഫുട്ബോളിന് ഇപ്പോ ഒരു പുതിയ പേര് നിലവിൽ വന്നു. ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര് എന്താണ്? ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്. ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ് ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര്. ക്ലിയർ ആയില്ലേ? ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്. ഇനി അടുത്തത് സെമി കണ്ടക്ടർ വിതരണ ശൃംഖല വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭത്തിന് വിളിക്കുന്ന പേര് എന്താണ്? പാക്കസ് എന്നാണ്. സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭം ഏതാണ്? പാക്കസ് ആണ്. അപ്പൊ ഈ ഒരു പേജ് ഒന്നും കൂടെ ഒന്ന് പഠിച്ചാലോ നമുക്ക്? രൂപത്തിലും സാദൃശ്യത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മനുഷ്യനോട് ഏകദേശം ഒരുപോലെ തോന്നുന്ന ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമെട്രിക് ഇന്റലിജൻസ് റോബോട്ടിനെ വികസിപ്പിച്ചു ചൈന അതിന് നൽകിയിരിക്കുന്ന പേര് മോയ. ഇനി ഇന്ത്യയില് മണിപ്പൂരില് പുതിയ സർക്കാർ നിലവിൽ വന്നു. മണിപ്പൂർ മുഖ്യമന്ത്രി യുംനാം ഗേംചന്ദ് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അഥവാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ വിമാനങ്ങൾക്ക് എമർജൻസി ലാൻഡിംഗ് വേണ്ടേ? അങ്ങനെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റില് ഒരു സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. ഏത് സംസ്ഥാനത്ത്? അസമിലാണ്. അസാമിലെ ദിബ്രുഗഡിലാണ്. വനിതാ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ 2026-2020 പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. 2026 കാർഷിക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. സമഗ്ര നഗര നയം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്. സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭത്തിന്റെ പേര് എന്താണ്? പാക്കസ് എന്നാണ്. എന്താണ് സംരംഭത്തിന്റെ പേര്? പാക്കസ് എന്നാണ് കേട്ടോ. അടുത്തത് നോക്കൂ. ഗേലോ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ഗേലോ ഇന്ത്യ അല്ലെ. ഈ ഗേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ജേതാക്കൾ. ഗേലോ ഇന്ത്യ
ബീച്ച് ഗെയിംസിന്റെ ജേതാക്കൾ ആരാണ് മക്കളെ? കർണാടകയാണ്. ഗേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ജേതാക്കൾ കർണാടക. അടുത്ത ചോദ്യം നോക്കിക്കോളോ. ഐക്യരാഷ്ട്രസഭ അഥവാ UN അല്ലെ സെക്രട്ടറി ജനറൽ, UN സെക്രട്ടറി ജനറൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണ്? ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണ്? മേജർ സ്വാതി ശാന്തകുമാറാണ്. മേജർ സ്വാതി ശാന്തകുമാറാണ്. ഒന്നും കൂടെ പറഞ്ഞേ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസറാണ് മേജർ സ്വാതി ശാന്തകുമാർ. അടുത്തത് നാഷണൽ ഒളിമ്പിക്സ് അക്കാദമി. നാഷണൽ ഒളിമ്പിക്സ് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ ആരാണ്? ഗഗൻ നാരംഗ്. അപ്പോ നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗ് ആണ്. ഇനി അടുത്തത് സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. അതായത് സപ്ലൈകോന്റെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. അടുത്തത് നോക്കാം. സ്പാനിഷ് സൂപ്പർ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കണോ? ഫുട്ബോൾ ആണ് കേട്ടോ. അപ്പൊ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണയാണ്. ആരാണ് നേടിയത്? ബാഴ്സലോണ. ക്ലിയർ ആയോ മക്കളെ? സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ബാഴ്സലോണയാണ്. ഇനി അടുത്തത് നമുക്കറിയാം, ആധാറിന് ഔദ്യോഗികമായ ഒരു ചിഹ്നം രൂപകൽപ്പന ചെയ്തു എന്ന്. അങ്ങനെ ആ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ഫസ്റ്റ് പ്രൈസ് നേടിയത് ഒരു മലയാളിയാണ്. ആ മലയാളി ആര് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അദ്ദേഹം തൃശൂർ ജില്ലക്കാരനാണ്. തൃശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുലാണ്. ആരാണ്? അരുൺ ഗോകുൽ. ക്ലിയർ ആയില്ലേ? അതായത് ഈ സമ്മാനഹർഹമായ ചിഹ്നത്തിന് ഒരു പേരിട്ടിട്ടുണ്ടല്ലോ, ആ പേര് ഉദയ് എന്നാണ്. അപ്പൊ ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പനം ചെയ്ത ഒന്നാം സ്ഥാനം നേടിയ മലയാളി തൃശൂർക്കാരനായ അരുൺ ഗോകുലാണ്. സമ്മാനഹാരമായ ചിഹ്നത്തിന് എന്താ പറയാ, ആ ഒരു പേര് എന്താണ്? ഉദയ് എന്നാണ് ആ സമ്മാനാർഹമായ ചിഹ്നത്തിന്റെ പേര് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി അടുത്തത് 54 വർഷം തലയെടുപ്പോടെ കെനിയയുടെ അഭിമാനമായി നിലകൊണ്ട ആഫ്രിക്കൻ കൊമ്പൻ ചെരിഞ്ഞു. ആ ആഫ്രിക്കൻ കൊമ്പന്റെ പേര് എന്താണ്? ക്രെയ്ഗ് എന്നാണ്. അപ്പൊ 54 വർഷം കെനിയയുടെ അഭിമാനമായിട്ട് നിലകൊണ്ട ആഫ്രിക്കൻ കൊമ്പൻ ഈ അടുത്തിടെ ചെരിഞ്ഞു. ആ കൊമ്പന്റെ പേര് ക്രെയ്ഗ് എന്നാണ്. എന്താണ്? ക്രെയ്ഗ് എന്നാണ്. അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് പദവിയിലിരുന്ന
മുൻ കേന്ദ്രമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി. അപ്പൊ മുൻ കേന്ദ്രമന്ത്രി, മുൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഇപ്പൊ കേന്ദ്രമന്ത്രി, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നീ പദവിയിൽ ഇരുന്ന വ്യക്തി ഈ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? സുരേഷ് കൽമാടി. എന്താണ്? സുരേഷ് കൽമാടി. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പഠിച്ചേ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പദവിയിലും മുൻ കേന്ദ്രമന്ത്രി എന്നീ പദവിയിലും ഒക്കെ നിലകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെ, അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് കൽമാടി എന്നാണ്. 54 വർഷം തലയെടുപ്പോടെ കെനിയയുടെ അഭിമാനമായി നിലകൊണ്ട ആഫ്രിക്കൻ കൊമ്പൻ ചെരിഞ്ഞു. അതിന്റെ പേര് ക്രെയ്ഗ് എന്നാണ്. ആധാറിന് ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് തൃശൂർക്കാരനായ ഒരു വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പേര് അരുൺ ഗോകുൽ എന്നാണ്. ആ ചിഹ്നം ഉദയ് ആണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ നേടിയത് ആരാണ്? ബാഴ്സലോണയാണ്. ആരാണ്? ബാഴ്സലോണയാണ്. സപ്ലോയ്ക്കോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് തലശ്ശേരിയിലാണ്. നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗാണ്. അടുത്തത് UNO സെക്രട്ടറി ജനറൽ എന്താ പറയാ പുരസ്കാരം അല്ലെ, അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ മേജർ സ്വാതി ശാന്തകുമാർ ആണ്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ജേതാക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത്? ആരാണ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ജേതാക്കൾ? കർണാടകയാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് 78 വർഷത്തിന് ശേഷം, 78 വർഷത്തിന് ശേഷം ബസ് സർവീസ് കൊണ്ടുവന്നു എന്ന ബസ് സർവീസ് നിലവിൽ വന്നു, അല്ലെങ്കിൽ ബസ് സർവീസ് ആരംഭിച്ചു എന്നതിലൂടെ ശ്രദ്ധ നേടിയ ഗ്രാമം ഏതാണ്? ശ്രദ്ധ നേടിയ ഗ്രാമം ഹിമാചൽ പ്രദേശിലെ ഒരു ഗ്രാമമാണ്. ഹിമാചൽ പ്രദേശിലെ മംഡി എന്ന് പറയുന്ന ജില്ലയിലെ, മംഡി എന്ന് പറയുന്ന ജില്ലയിലെ തുമ്മൻ ഗ്രാമമാണ്. എന്താണ് ഗ്രാമത്തിന്റെ പേര്? തുമ്മൻ ഗ്രാമം. തുമ്മൻ ഗ്രാമം. അപ്പൊ ഓർത്തു വയ്ക്കുക, 78 വർഷത്തിന് ശേഷം ബസ് സർവീസ് ആരംഭിച്ചു എന്നതിലൂടെ ശ്രദ്ധ നേടിയ ഗ്രാമം ഹിമാചൽ പ്രദേശിലെ മംഡി ജില്ലയിലെ, ഹിമാചൽ പ്രദേശിലെ മംഡി ജില്ലയിലെ തുമ്മൻ ഗ്രാമമാണ്. ഹിമാചൽ പ്രദേശിലെ മംഡി ജില്ലയിലെ തുമ്മൻ ഗ്രാമമാണ്. ഇനി അടുത്തത് വെനസ്വേലയിലെ അട്ടിമറിക്ക് പുറമെ നമ്മള് ഒരു പുതിയ ദ്വീപ് പിടിച്ചടക്കാൻ ആര് ശ്രമിക്കുകയാണ്? US തുടങ്ങുകയാണ്. ഏതാണ് ആ ദ്വീപ്? ഗ്രീൻലൻഡ്. ഇപ്പൊ വെനിസ്വേലയിലെ അട്ടിമറിക്ക് ശേഷം പുതിയതായിട്ട് ഒരു ദ്വീപ് പിടിച്ചടക്കാനുള്ള പരിപാടിയാണ് US. ഏതാണ് ആ ദ്വീപ്? ഗ്രീൻലൻഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗ്രീൻലൻഡ് ആരുടെ അധീനതയിലാണ്? ആരുടെ അധീനതയിലാണ്? യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള പ്രദേശമാണ് ഏത്? ഗ്രീൻലൻഡ് എന്ന് പറയുന്നത്. ഇതൊരു അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് എന്നും കൂടിയും ഓർക്കുക. അർദ്ധ സ്വയംഭരണ പ്രദേശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് അല്ലെ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ അല്ലെ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലൻഡ് പിടിച്ചടക്കാൻ നീക്കം നടത്തുന്നത് ആരാണ്? US ആണ് എന്ന് ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ സംസ്ഥാന സർക്കാർ 2024 ഹരിവരാസനം പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി. ആർക്കാണ് അത് കൊടുക്കുന്നത്? തിരുവിഴ ജയശങ്കർ. ആർക്കാണ്? തിരുവിഴ ജയശങ്കർ. ഹരിവരാസനം പുരസ്കാരത്തെക്കാൾ തിരുവിഴ ജയശങ്കർ ഹരിവരാസനം പുരസ്കാരത്തെക്കാൾ ഇദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാദസ്വര വിദഗ്ധനാണ്. ആര്? നമ്മുടെ എന്താ പറയുന്നത്, തിരുവിഴ ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആയില്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തു വെക്കാൻ നിങ്ങള്, അത് നമ്മുടെ UAE എന്ന് പറയുന്ന UAE പ്രായപൂർത്തിയാകുന്ന വ്യക്തികളുടെ വയസ്സ് 21 വയസ്സിൽ നിന്ന്
21 വയസ്സിൽ നിന്ന് എത്രയായാണ് കുറച്ചത്? എത്രയായി കുറച്ചു? 18 വയസ്സായി. UAE-യിൽ പ്രായപൂർത്തിയാകുന്ന വ്യക്തികളുടെ വയസ്സ് 21-ൽ നിന്ന് എത്രാമതായിട്ടാണ് കുറച്ചത് എന്ന് ഓർക്കേണ്ടത്? 21-ൽ നിന്ന് 18 വയസ്സായിട്ട് കുറച്ചു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലത്തെ എന്താ പറയുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് റിവിഷൻ നിങ്ങൾ കൊണ്ടുപോയിക്കോളോ. അതുപോലെ തന്നെ നമ്മളിപ്പോ SCRT പാഠപുസ്തകങ്ങൾ ഇടുന്നുണ്ട്. അത് ഞാൻ ഒരാഴ്ചയിൽ ഒരു 3 വെച്ച് ഇടുന്നത് എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് വായിച്ച്, അതായത് 1.5 മണിക്കൂർ ടീച്ചർ തന്നെ അത് നിർത്താതെ ഇരുന്ന് വായിക്കുമ്പോൾ അപ്പൊ അത് നിങ്ങൾക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയം തരണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറുടെ ക്ലാസ്സുകളും കൂടി ഇടുന്നത്. അപ്പൊ ഇനി നമ്മൾ ശരിയായിട്ട് PSC ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെ നിങ്ങൾക്ക് തന്നിട്ട്, ഇപ്പൊ ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുള്ള SCRT ബേസ്ഡ് അങ്ങനെയൊക്കെയാ തരുന്നത്. ഇനി ശരിക്കും ലാസ്റ്റ് ഗ്രേഡിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ആ 80 ക്വസ്റ്റ്യൻ മാത്സ് ഒഴിച്ച് ബാക്കിയുള്ളത് മൊത്തം നമ്മൾ അങ്ങനെ വായിച്ച് പഠിച്ച് അതിന്റെ അനുബന്ധ പുസ്തകങ്ങളും കൂടെ പഠിച്ചു പോവാം. നമുക്ക് അടുത്ത ആഴ്ചത്തോടുകൂടി അതും കൂടെ തുടങ്ങാം. അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതുവരെ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ.